മദ്യവും മയക്കുമരുന്നുമായിട്ട് വരുന്ന ആളുകളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാനുണ്ട്, അത്തരത്തിലുള്ള ആളുകളെ അവരുടെ വാഹനങ്ങളടക്കം ഞങ്ങൾ സീസ് ചെയ്യും. അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അവർക്ക് ആക്രമണങ്ങൾ ഉണ്ടാക്കിയാൽ അടുത്ത ദിവസത്തെ 2026 ആദ്യ ദിനങ്ങളിൽ പോലീസ് സൗഹൃദഭാവത്തിലല്ലാതെ വീടുകളിലേക്ക് എത്തേണ്ട സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാക്കരുത് എന്ന് അഭ്യർത്ഥനയുമുണ്ട്. എല്ലാവരുടെയും പൊതുസുരക്ഷ തന്നെയാണ് പോലീസിൻ്റെ ഉദ്ദേശം. അതിൽ യാതൊരു കാരണവശാലും മാന്യമായി പോകുന്നോ അല്ലെങ്കിൽ കുടുംബമായിട്ട് പോകുന്നവരോ അവരെ ആരെയും നമ്മൾ പെറ്റിയടിക്കാനോ ഒന്നുമല്ല, അവർക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പുതുവത്സര ദിനത്തിൽ കർശന പരിശോധനയുമായി ബാലരാമപുരം പോലീസ്. ഇടറോഡുകളിൽ ഉൾപ്പെടെ പോലീസിന്റെ പരിശോധന കർശനമായുണ്ടാകും. ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലോഡ്ജുകളും വാടക കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പോലീസിന്റെ കർശന നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കുന്നവരെ പിടികൂടിയാൽ കർശനമായ നടപടിയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ബാലരാമപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണവും നടത്തുന്നുണ്ട്. മഫ്തി പോലീസും ബൈക്ക് പെട്രോളിംഗും ഉൾപ്പെടെ വിവിധ സംഘങ്ങളായി ചേർന്നാണ് പരിശോധന നടത്തുന്നത്. സമാധാനപരമായിട്ടുള്ള പുതുവത്സരാഘോഷത്തിന് പൊതുജനങ്ങളുടെ പരിപൂർണ സഹകരണമുണ്ടാകണമെന്നും CI സൈജുനാഥ് അറിയിച്ചു. ഓരോ പുതുവത്സര വേളയും നമ്മൾ വളരെ സന്തോഷത്തോടെയും ആഘോഷത്തോടെയും തന്നെ വരവേൽക്കേണ്ട ഒന്നാണ്. അതിൽ നമുക്ക് തർക്കമില്ല. എന്നാൽ ആഘോഷങ്ങൾ യാതൊരു കാരണവശാലും അതിൽ കടക്കാൻ പാടുള്ളതല്ല. ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്നോ അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് ആഘോഷങ്ങൾ അതിൽ കിടക്കുന്നത്. സാധാരണ കുടുംബമായിട്ട് വന്ന് ആഘോഷിക്കാൻ എത്തുന്ന മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും അതേപോലെ തന്നെ അക്രമങ്ങളും അപകടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഈ മദ്യവും മയക്കുമരുന്നോ മറ്റ് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ, ഈ പുതുവത്സര ആഘോഷങ്ങൾ അലങ്കോലമാക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ബാലരാമപുരം പോലീസ് അതിനുവേണ്ടി വൈകുന്നേരം മുതൽ കൃത്യമായിട്ടുള്ള വാഹന പരിശോധനകളും മറ്റ് രീതിയിലുള്ള എല്ലാ പരിശോധനകളെയും സംശയമുള്ള ആളുകളെ നേരത്തെ വെരിഫൈ ചെയ്യുകയും അവരെ കൃത്യമായി മാർക്ക് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ലഹരിയും മറ്റു വസ്തുക്കളുമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സീസ് ചെയ്താൽ അവരുടെ വാഹനങ്ങളടക്കം സീസ് ചെയ്ത് അവർക്കെതിരെ തുടർ നടപടികൾ, ക്രൈം കേസുകളടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതിനുവേണ്ടി ഏതെല്ലാം രീതിയിൽ മഫ്തി പോലീസും മറ്റ് അല്ലാതെയും ജംഗ്ഷനുകളിലും വിന്യസിച്ചിട്ടുണ്ട്. പോലീസിനെ അപ്രതീക്ഷിതമായിട്ടുള്ള പല ചെക്കിങ്ങുകളും പല ഭാഗങ്ങളിലും അറേഞ്ച് ചെയ്യാനുള്ള പ്ലാനാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ജനങ്ങളെല്ലാവരും അതോട് സഹകരിക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ വേളയിൽ ഒരു കാര്യവും കൂടി, നിങ്ങൾ ഓരോരുത്തർക്കും ബാലരാമപുരം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഐശ്വര്യം നിറഞ്ഞതും ആഹ്ലാദം നിറഞ്ഞതുമായ നല്ലൊരു പുതുവത്സരാശംസകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി നേരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ ആഘോഷത്തിനൊപ്പം ഞങ്ങളും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ന്യൂ ഇയർ വരവേൽക്കാൻ നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട്. പക്ഷേ അത് ലഹരിയോ മറ്റ് മദ്യമോ മയക്കുമരുന്നോ അങ്ങനെയുള്ള രീതിയിൽ അതിനെ അലങ്കോലപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്ന് വ്യക്തമായിട്ട് അറിയിച്ചുള്ളതാണ്. ആഘോഷങ്ങൾ എപ്പോൾ അതിര് കടന്നാലും അത് അക്രമങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമായേക്കാം. അപ്പം അത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ പുതുവത്സര വേളയിൽ അത്തരത്തിലൊരു സാഹചര്യം ഒരു കുടുംബത്തിനും ഉണ്ടാവാതിരിക്കാൻ രീതിയിൽ ബാലരാമപുരം പോലീസ് നമുക്ക് പറ്റുന്ന രീതിയിൽ കർശനമായ രീതിയിൽ പരിശോധനകളും മറ്റും നടത്തി, എന്നാൽ സാധാരണ നന്നായിട്ട് ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന ജനങ്ങൾക്ക് എല്ലാം സുഗമമായിട്ടും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയും നന്നായിട്ട് നമ്മൾ പരിശോധനകൾ നടത്തി മുൻപോട്ട് പോകുന്നതാണ്. കർശനമായ പരിശോധനകൾ ഉണ്ടാകുന്നതാണ്.